ഒരിടത്ത് ഒരു കൂട്ടം സയന്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ഗോവിന്ദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭയങ്കര പ്രശസ്തനായിട്ടുള്ള സയന്റിസ്റ്റ് ആണ്, ഒരുപാട് കണ്ടുപിടുത്തം നടത്തിയ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ആ മനുഷ്യൻ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടുകൂടി 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മരിക്കും. എത്ര ദിവസത്തിനുള്ളിൽ? 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം മരിക്കും. അപ്പൊ ഞാൻ മരിക്കാൻ പോകുന്ന പുള്ളിക്ക് പിടികിട്ടി. അപ്പൊ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ പുള്ളിയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു 25 ശില്പങ്ങളെ ഉണ്ടാക്കി. അതിനൊക്കെ പുള്ളിയെ പോലെ ജീവനും കൊടുത്തു, പുള്ളിയുടെ അതേ ടെക്സ്ചർ കൊടുത്തു, പുള്ളിയുടെ അതേ ഡിസൈൻ കൊടുത്തു, പുള്ളി അതേ കണ്ണ് കൊടുത്തു, എല്ലാം പുള്ളി ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് ഈ മനുഷ്യൻ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് ദൈവം ആളെ വിടുന്ന പുള്ളി വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ പുള്ളി വിളിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ട് വന്ന് നമ്മുടെ ഏഞ്ചലുമാരൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എല്ലാം ഒരുപോലെ ചെയ്യുന്നു. ഇതിലേത് ആൾ എല്ലാം ഒരേപോലെ തന്നെ ശ്വാസം വിടുന്നുണ്ട്, എല്ലാത്തിന്റെ കണ്ണൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ അബദ്ധം പറ്റാൻ പാടില്ല. മേളിൽ ചെല്ലുമ്പോൾ ചോദ്യം വരും. തോറ്റിട്ട് തിരിച്ചു ചെന്ന് വെച്ച് ദൈവത്തിനടുത്ത് പറഞ്ഞു, ദൈവമേ അവിടെ ചെന്നപ്പോ ഇങ്ങനെ ഒരു സീനാ കാണുന്നത്, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പോലെ 25 എണ്ണം ഒരുപോലെ, 25 ഐറ്റം ഒരുപോലെ. അപ്പൊ ഇതിന് ഏതാ എടുത്തോണ്ട് പോകണമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താൽ മതി മോളെ, നീ അവിടെ ചെന്നിട്ട് ഒരു ഡയലോഗ് അടിക്കണം. ആ ഡയലോഗ് അടിച്ച് കഴിയുമ്പോൾ എനിക്ക് ആളെ കിട്ടും, തിരിച്ചും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഈ ഏഞ്ചല് 25 പേർ ഇടയ്ക്കോട്ട് വന്നു. എന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചു, അതെ ഈ ഒരു ശില്പം കാണാൻ ബാക്കിയുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ ഒരു ശില്പം കാണാൻ ബാക്കിയുള്ള ശില്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പൊ ഒറിജിനൽ ഗോവിന്ദൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗോവിന്ദൻ എണീറ്റ് വെച്ചു, ആര് പറഞ്ഞു എന്റെ ശില്പത്തെ പറയാൻ? എന്റെ ശില്പത്തിന് ഒരു കുഴപ്പമില്ല, എനിക്കറിയത്തില്ല. അവനെ പിടിച്ചോണ്ട് നേരെ പോയി. ഇതാണ് ഗോഡ് സിൻഡ്രം. ഗോഡ് സിൻഡ്രം എന്ന് പറഞ്ഞാൽ കഴിവിന്റെ കാര്യത്തിൽ എക്സലന്റ്, പെർഫോമൻസിന്റെ കാര്യത്തിൽ അടിപൊളി, പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ നല്ല രീതിയിൽ ചെയ്യുന്ന വ്യക്തി. പക്ഷേ ഈഗോയെ തൊട്ടാൽ ഈ സാധനം വന്നാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും മിടുക്കരായ പല ലീഡേഴ്സും തകർന്നു പോയിരിക്കുന്നു. ശരിയാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ശരി എന്ന് പറയും. ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ് അത്രയും വലിയ കഴിവും കാര്യപ്രാപ്തി ഇല്ലാത്ത പലരും വലിയ നേട്ടങ്ങളിലും എത്തിയിരിക്കുന്നത്. ശരിയല്ലെങ്കിൽ തെറ്റ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആയിട്ട് ഈ സോക്കേട് നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. മാറ്റണ്ട, തിരിച്ചറിഞ്ഞാൽ മതി. നിങ്ങളായിട്ട് മാറ്റി അടി കിട്ടൂല, മാറ്റിയില്ലെങ്കിൽ അടി കിട്ടി മാറിക്കോളൂ.